Hello friends, welcome to SAT, Centers Institution Center Madathamadi and Puthamelikara. Please subscribe to our YouTube channel for new updated videos and also visit centerinstitution.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള SSLC Maths New Syllabus from 2016 Chapter 4 Second Degree Equations രണ്ടാകൃതി സമവാക്യങ്ങൾ. അതിനകത്ത് മോർ പ്രാക്ടീസ് പ്രോബ്ലംസ് ആണ്. കഴിഞ്ഞ വീഡിയോ പാർട്ട് 1 കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. നമ്മളിവിടെ b² - 4ac എന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് പഠിക്കാനാണ് ഡിഫറെൻറ്റ് കേസസ് എല്ലാം ഉള്ളത്. അപ്പോൾ ഇത് പഠിച്ചാലാണ് നമുക്ക് പിന്നീട് പാഠഭാഗത്തിലെ കണക്കുകൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ പ്ലീസ് വാച്ച് അറ്റ് ദ എൻഡ് ഓഫ് ദ വീഡിയോ. ടിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ വീഡിയോ. വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ വാച്ച് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. നമ്മളിവിടെ കാണുന്ന ഒരു ട്രെൻഡ് ഒരു 100 പേര് കണ്ടാൽ 1-2 പേര് മാത്രമാണ് അതിനുള്ളൊരു സമയം കണ്ടെത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെങ്കിലും ഇനി മുതലെങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ലൈക്കും ഒക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അത് കൂടുതൽ വീഡിയോസ് ഇടാനായിട്ട് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ്, ഞങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതാണ്. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 3x² plus 5x plus 2 is equal to 0. ഇതിങ്ങനെ ഡയറക്റ്റായിട്ട് ഒരുപക്ഷെ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചെന്നിരിക്കില്ല. മറിച്ച് നമുക്കൊരു വഴിക്കണക്ക് വന്നിട്ട് അതിലൂടെ അവസാനം നമ്മൾ ഈ ഇക്വേഷനിൽ എത്തിച്ചേരുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ എത്തിയാൽ പിന്നെ എന്ത് ചെയ്യണം, അതാണ് നമ്മളിവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. ഇതിന് ശേഷം നമ്മൾ 2 മെത്തേഡ് കൂടി നിങ്ങളെ പഠിപ്പിക്കും പിന്നീട് വരുന്ന വീഡിയോസിൽ. അതും കൂടി പഠിച്ചു കഴിയുമ്പോൾ പിന്നെ ഈ പാഠത്തിലെ ഏത് പ്രോബ്ലവും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ലെറ്റ് us start. 3x² plus 5x plus 2 നമുക്ക് സോൾവ് ചെയ്യണം. So we know that the general equation is ax² plus bx plus c is equal to 0. ഇതാണ് ജനറൽ ഇക്വേഷൻ. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറലായിട്ട് പൊതുവായിട്ടുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ x² ഈ ഇവിടെ കിടക്കുന്ന സംഖ്യയാണ് നമ്മുടെ a. അപ്പോൾ ഹിയർ ഇറ്റ് ഈസ് 3. ഓക്കെ, അതുപോലെ എക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന സംഖ്യയാണ് b and here it is 5. ലാസ്റ്റ് c it is equal to 2. Okay, so 3x² 5x plus 2. അപ്പോൾ a എന്ന് പറഞ്ഞാൽ 3, b എന്ന് പറഞ്ഞാൽ 5, c എന്ന് പറഞ്ഞിട്ട് ദെൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതാണ്. x is equal to -b plus or minus root of b² - 4ac whole divided by 2a. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇത് ചെയ്യണം, b² - 4ac. നമുക്ക് ചെയ്യാം. സോ b² - 4ac ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രിമിനന്റ് അഥവാ വിവേചകം എന്ന് പറയും. ഇത് നമ്മൾ ആദ്യം ചെയ്യണം. എന്തിനാണ് ഇത് ആദ്യം ചെയ്യുന്നത് സാർ? ഇത് നെഗറ്റീവാണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ സൊല്യൂഷൻ ഇല്ല. അതുകൊണ്ട് ഇത് ചെയ്ത് നോക്കിയിട്ട് വേണം പിന്നെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ. സോ നമുക്കിവിടെ കൊടുക്കാം b². b എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. ഓക്കെ, 5² ആൻഡ് 4 × a എന്ന് പറഞ്ഞാൽ 3, സിയുടെ സ്ഥലത്ത് 2. ക്ലിയർ? ഓക്കെ, ബിയുടെ സ്ഥലത്ത് 5 കൊടുത്തു, 4 എയുടെ സ്ഥലത്ത് 3, സിയുടെ സ്ഥലത്ത് 2. നമ്മൾ ഗുണിക്കുക. 5² 25, 4 × 3 12, 12 × 2 it is equal to 24. 25 - 24 is equal to √1, √1 is equal to 1. നമ്മൾ ഇവിടെ ഇത് ചെയ്തു. ഏത് ചെയ്തു? b² - 4ac ഇത്രയും ഭാഗം നമ്മളിപ്പോൾ ചെയ്തു. ഓക്കെ, ഇനി പുട്ട് ദ വാല്യൂ. ഈ വാല്യൂ നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ സ്ഥലത്ത് കൊടുത്തു. ഓക്കെ, ക്ലിയർ? -b plus or minus root of b² - 4ac പകരം നമ്മൾ 1 കൊടുത്തു. 1 ആണ് നമുക്ക് കിട്ടിയേക്കണം. ഓക്കെ, സോ -b -5 ഇവിടെയാണ് 5 കിടക്കുന്നുണ്ടോ? -5 plus or minus 1 divided by 2 into a. What is a? 3. So is equal to -5 plus or minus 1 divided by 6. Clear? ഇങ്ങനെ ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ -5ഉം +1 കൊടുത്തിട്ട് ഒരെണ്ണം ചെയ്യണം. നെക്സ്റ്റിൽ -5ഉം -1 കൊടുത്തിട്ട് രണ്ടാമത് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഈ -5ഉം +1 എടുത്ത് ചെയ്യാം. കണ്ടോ? ഓൺലി പ്ലസ് മാത്രം എടുത്തിട്ട്. സോ -5 + 1 എത്രയാണ്? -4/6. നമ്മളിതിന് എന്താണ് വെട്ടിഹരിക്കുമ്പോൾ ഇതിൽ 2 തവണ, ഇതിൽ 2 എത്ര തവണ പോകും? 3 തവണ പോകും. ഓക്കെ, സോ ദ ആൻസർ ഈസ് -2/3. സിമിലാർലി മൈനസ് എടുത്തിട്ട് നമ്മൾ ഒരെണ്ണം ചെയ്യണം. മൈനസ് എന്ന് പറയുന്നത് എന്താണ്? ഇത് കണ്ടോ? മൈനസ് എടുത്ത് ചെയ്യുമ്പോൾ -5 - 1 divided by 6 that is -6/6 is equal to -1/1 is equal to എന്താ? -1. This is the answer. Clear? Okay, അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഇക്വേഷനിൽ a കണ്ടെത്തി. ആ x² ഇപ്പുറം കിടക്കുന്ന സംഖ്യയാണ് a.
അതുപോലെ എക്സിൻ്റെ ഇപ്പുറം കിടക്കുന്ന സംഖ്യയാണ് ബി, ലാസ്റ്റ് കിടക്കുന്ന സംഖ്യയാണ് കോൺസ്റ്റന്റ് സി. ദെൻ നമ്മൾ ഇക്വേഷൻ എഴുതുന്നു. ഇക്വേഷനിൽ നമ്മൾ ബി സ്ക്വയർ മൈനസ് 4ac സെപ്പറേറ്റ് കാണും. അതിൻ്റെ വില കൊടുക്കുക, ബിയുടെ വില കൊടുക്കുക, 4ac യുടെ വില കൊടുക്കുക. ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ആൻസർ നമ്മൾ ഈ ബി സ്ക്വയർ മൈനസ് 4ac സ്ഥലത്ത് കൊണ്ടുവന്ന് എഴുതുന്നു. അതിനുശേഷം ബിയുടെ വില എഴുതുന്നു. മൈനസ് ഇവിടെ ഇക്വേഷനിലുള്ളതാണ്. മൈനസ് ബിയുടെ വില ഇവിടെ നോക്കി എഴുതുന്നു 5. സോ -5 + or -1 / 2 × a. എയുടെ വില 3. ദെൻ നമ്മൾ ഇനി ചെയ്യേണ്ടത് -5 + or -1 / 2 × 3 6 കിട്ടും. ഈ പ്ലസ് എടുത്തിട്ട് ഒരെണ്ണം ചെയ്യണം. ഓക്കെ, അതുപോലെ മൈനസ് എടുത്തിട്ട് ഒരെണ്ണം ചെയ്യണം. അപ്പോൾ -5 + 1 എന്ന് പറഞ്ഞാൽ -5 + 1 കൂട്ടുമ്പോൾ -4. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. ഓക്കെ, വെട്ടി ഹരിക്കുമ്പോൾ 2/3 -2/3. സിമിലാർലി -5 - 1 ഹോൾ ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുമ്പോൾ -5 - 1 കൂട്ടുമ്പോൾ -6. -6/6 = -1. ക്ലിയർ? നെക്സ്റ്റ് x² + 2x - 1. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇതേപോലെ ജനറൽ ഇക്വേഷൻ കമ്പയർ ചെയ്യുക. എയുടെ സ്ഥലത്ത് 1, ഇവിടെ ഒന്നുമില്ലാതപ്പോൾ നമ്മൾ എന്ത് ഇടണം? 1 ഇടണം. ദെൻ ബിയുടെ സ്ഥലത്ത് 2, സിയുടെ സ്ഥലത്ത് -1. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദെൻ ഇക്വേഷൻ എഴുതുന്നു. b² - 4ac കാണാം. ബിയുടെ സ്ഥലത്ത് 2 കൊടുക്കുക. 2² - 4 ഉണ്ട്. എയുടെ സ്ഥലത്ത് 1. ദെൻ സിയുടെ സ്ഥലത്ത് -1. അപ്പോൾ നോക്കൂ, ഇവിടെ 2² 4 -4. 1 × -1 -1. ഇപ്പോൾ രണ്ട് സ്ഥലത്ത് നെഗറ്റീവ് എന്നാണ് കണ്ടോ? വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ്. അപ്പോൾ രണ്ട് നെഗറ്റീവ് വരുമ്പോൾ എന്ത് സംഭവിക്കും? അത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പോസിറ്റീവ് ആവും. ഓക്കെ, സോ 4 + 4 = √8. √8 നമ്മൾ കാണണം. എങ്ങനെ കാണും? 8 / 2. സോ ദിസ് = 4 / 2 = 2. അപ്പോൾ 2 തവണ വരുന്നുണ്ട്. അത് നമ്മൾ പുറത്തേക്ക് എടുക്കുക. ഇത് ഒരു തവണയേ ഉള്ളൂ. അത് നമ്മൾ റൂട്ടിനകത്ത് ഇടുക. 2√2. ക്ലിയർ? സോ ദ ആൻസർ ഈസ് 2√2. നമ്മൾ എന്താണ്? b² - 1 2√2 കൊടുത്തു. മൈനസ് ബിയുടെ സ്ഥലത്ത് ബിയുടെ വില കൊടുക്കുക. അപ്പോൾ -2 + or -2√2 / എയുടെ സ്ഥലത്ത് 1. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇനി നമ്മൾ പ്ലസ് എടുത്തിട്ട് ഒരെണ്ണം ചെയ്യണം, മൈനസ് എടുത്തിട്ട് ഒരെണ്ണം ചെയ്യണം. ഓക്കെ, പ്ലസ് എടുത്തിട്ട് ഒരെണ്ണം ചെയ്യാൻ പോവുകയാണ്. -2 + 2√2 / 2. ഇപ്പോൾ എല്ലാത്തിലും 2 വെട്ടിക്കളയുക. -1 + √2. ക്ലിയർ? മനസ്സിലായോ? അപ്പോൾ ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. അപ്പോൾ 2 നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2 നമ്മൾ പുറത്തേക്ക് എടുത്തു. ബ്രാക്കറ്റിൽ -1 + √2 ഡിവൈഡഡ് ബൈ ഇവിടെ താഴെയുള്ള 2. What happened is this 2 get cancelled. The final answer is -1 + √2. Similarly, നമ്മൾ നെഗറ്റീവ് എടുത്തിട്ട് ഒരെണ്ണം ചെയ്യുക. -1 - √2. ക്ലിയർ? നെക്സ്റ്റ് പ്രോബ്ലം 4x² + 12x + 9 = 0. ഇവിടെ ഇതേപോലെ കമ്പയർ ചെയ്യുക. എയുടെ സ്ഥലത്ത് 4, ബിയുടെ സ്ഥലത്ത് 12, സിയുടെ സ്ഥലത്ത് 9. ദെൻ ഇക്വേഷൻ എഴുതുന്നു. b² - 4ac കാണുന്നു. അവിടെ 12² - 4 × 4 × c എന്ന് പറഞ്ഞാൽ 9. 4a കണ്ടോ? സോ 12² 144, 16 × 9 144, 0. 0 ആണ് എങ്കിൽ നമ്മുടെ ഒരു ഉത്തരം നമുക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒന്നും ചെയ്യാനല്ല, നമുക്ക് 0 എന്ന് കൊടുക്കാം. b² - 4 സ്ഥലത്ത് 0 എന്ന് കൊടുക്കാം. ദെൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. b എന്ന് പറഞ്ഞാൽ 12 - 12 ഡിവൈഡ് ബൈ 2 × 2 × 4, ദാറ്റ് ഈസ് -12/8. വെട്ടി ഹരിക്കുമ്പോൾ എന്താക്കാം? നമുക്ക് -3/2. അപ്പോൾ ഇവിടെ +0 എടുത്ത് ചെയ്യാം, -0 എടുത്ത് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ വിലയും അത് തന്നെ കിട്ടും. ഓക്കെ, ക്ലിയർ? ദെൻ x² + x + 1 = 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ a² + b + c = 0. 1. x²ൻ്റെ ഇപ്പുറം ഒന്നുമില്ല, അപ്പോൾ നമ്മൾ 1 എന്ന് എടുക്കണം. എക്സിൻ്റെ ഇപ്പുറവും ഒന്നുമില്ല, അപ്പോൾ നമ്മൾ 1 എന്ന് എടുക്കണം. ഇവിടെ 1 തന്നെ. ഓക്കെ, ദെൻ നമുക്ക് ഫോർമുല എഴുതി. b² - 4ac. b എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, ഹിയർ 1. ദെൻ 4 × a എന്ന് പറഞ്ഞാൽ 1. ദെൻ c 1. ക്ലിയർ? Here 1 - 4 = √3. നെഗറ്റീവ് സംഖ്യ വന്നു. ഇങ്ങനെ വന്നാൽ നമുക്ക് എളുപ്പം കേട്ടോ. നെഗറ്റീവ് സംഖ്യ വന്നാൽ ഉത്തരമില്ല, നോ സൊല്യൂഷൻ. പിന്നെ ചെയ്യേണ്ട സുഖമല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ x² - 6x - 7 = 0. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വളരെ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ബിയുടെ വില മൈനസ് ആണ്. ഓക്കെ, സോ ax² + bx + c ജനറൽ ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്തു. ഇവിടെ എയുടെ സ്ഥലത്ത് 1, ബിയുടെ സ്ഥലത്ത് സൂക്ഷിക്കൂ, നോക്കൂ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബിയുടെ സ്ഥലത്ത് ഇവിടെ -6 ആണ്. ക്ലിയർ? കണ്ടോ?
സിമിലാർലി സിയുടെ റിസൾട്ട് എന്താണ്? -7. ക്ലിയർ? ഓക്കെ, നമ്മൾ ഇക്വേഷൻ എഴുതി, b² - 4ac റൂട്ട് എഴുതി, ബിയുടെ സ്ഥലത്ത് -6 ഹോൾ സ്ക്വയർ, -4 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു -7. സോ മൈനസ് സംഖ്യയുടെ സ്ക്വയറും പോസിറ്റീവാണ്, പോസിറ്റീവ് സംഖ്യയുടെ സ്ക്വയറും പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ 6² എന്ന് പറഞ്ഞാൽ 36 കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ദർ ആർ 2 മൈനസ് ഹിയർ. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. രണ്ടും കൂടി വരുമ്പോൾ പ്ലസ് ആവും. ഓക്കെ, രണ്ട് മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ്. ദെൻ 4 ഇൻറ്റു 7 28. ക്ലിയർ? ഇത് നമ്മൾ കൂട്ടുമ്പോൾ 64 കിട്ടും. ദ ആൻസർ ഈസ് 8. ക്ലിയർ? ദെൻ നമ്മളവിടെ കൊടുക്കുക, ഇതിന് പകരം √(b² - 4ac വരെ 8 കൊടുത്തു. ബി ഇവിടെ വളരെ ശ്രദ്ധിക്കണം, ഇവിടെയാണ് കുട്ടികൾ തെറ്റുക. മൈനസ് ഇവിടെ ഉള്ളതാ, ഈ ഇക്വേഷൻ ഉള്ളതാണ് ഈ മൈനസ്. ആ മൈനസ് നിങ്ങൾ വ്യത്യാസം പറ്റരുത്. അവിടെ ബിയുടെ സ്ഥലത്ത് നിങ്ങൾ വാല്യൂ കൊടുക്കുക. ബിയുടെ സ്ഥലത്ത് -6 ആണ്, അപ്പോൾ അത് ആ -6 ആയിട്ട് തന്നെ അവിടെ കൊടുത്തോളൂ. കണ്ടോ? അപ്പോൾ ഈ രണ്ട് മൈനസ് ഇവിടെ ഇങ്ങനെ വരുന്നതുകൊണ്ട് അത് പിന്നീട് എന്തായി പോകും? നെക്സ്റ്റ് സ്റ്റെപ്പിൽ പ്ലസ് ആയി പോകും. ഓക്കെ, മനസ്സിലായോ? ഒന്നുകൂടി പറയാം. ഈ ഇക്വേഷനിൽ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, അത് നമ്മൾ ഇട്ടു. ദെൻ ബിയുടെ വില കൊടുക്കുമ്പോൾ ബി എന്ന് പറയുന്നത് -6 ആണ്, അത് അങ്ങനെ തന്നെ അവിടെ കൊണ്ടുവന്ന് എഴുതുക. അപ്പോൾ 2 തവണ മൈനസ് തന്നെ ഉണ്ടോ? അപ്പോൾ അത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താവും? പ്ലസ് ആവും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്കത് പ്ലസ് ആക്കി 6 ± 8 ഡിവൈഡ് ബൈ 2. അപ്പോൾ 6 + 8 എടുത്തിട്ട് ഒരെണ്ണം ചെയ്യണം ബൈ 2, ദാറ്റ് ഈസ് 14/2 = 7. ഇനി -8 എടുത്ത് ഒരെണ്ണം ചെയ്യണം, 6 - 8/2, ദാറ്റ് ഈസ് -2/2 = -1. Very simple. Okay. Thank you. Please subscribe to our YouTube channel for new updated videos. Thank you once again.